സെറ്റായിട്ട് ഇരിപ്പുണ്ട് അടുത്തയാൾ ഇവിടെ. ഇങ്ങനെ ഒരു പണി എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ പുറകിലുള്ള പണികളെല്ലാം ചെയ്തയാളെ കാണണ്ടേ. അത് വേറെ ആരുമല്ല, എന്റെ സ്വന്തം കെട്ടിയനാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു മിസ്റ്റർ ഷോബി വർഗീസ്. എന്നാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. കുറച്ച് ഉലുവയും കുറച്ച് കടുകും കൂടെ ചെറു തീയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. അതോ നമ്മുടെ കടുകും ഉലുവയും കൂടെ വറുത്തിട്ടാണ് നല്ല മണം അതിന്. ഒരു സാധനം അവിടെ അരിഞ്ഞു വെച്ചിട്ടില്ലേ, ആദ്യം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. ഞാനതിന് യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നമുക്കുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള നല്ലെണ്ണ ഒഴിക്കണേ. എന്നിട്ട് ഇത് വഴറ്റിയെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഈ ബീട്രൂട്ട് വഴണ്ടു വരുന്ന സമയം കൊണ്ട് അതിലേക്ക് ആവശ്യമുള്ള മസാല, മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് വെക്കാം കേട്ടോ. അങ്ങനെ ആവുമ്പോൾ അത് നമ്മൾ എണ്ണയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. മൂടി വെച്ച് വേവിക്കുന്ന ബീട്രൂട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണേ. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിന്റെ വെള്ളം എല്ലാം വറ്റി ഡ്രൈ ആയിട്ട് വഴണ്ടു വരും കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അത് അവിടെ ഇരിക്കട്ടെ. വേറൊരു പാത്രത്തിൽ നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാവേ. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. ഇവയെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ വഴണ്ട് വരണം കേട്ടോ. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ബീട്രൂട്ട് അച്ചാർ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് വെളുത്തുള്ളിയൊക്കെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴണ്ട് ദേണ്ട ഈ ഒരു പരുവ് ആവുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. മസാലപ്പൊടിയുടെ പച്ചമണം മാറിയെന്നാവുമ്പോൾ നമുക്ക് അതെടുത്തിട്ട് നേരെ നമ്മുടെ ബീട്രൂട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാവേ. ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടി ആഡ് ചെയ്യാം. കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. എന്നിട്ട് അവന്മാരെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുവേ. നമ്മൾ ഈ സ്നേഹം ആഡ് ചെയ്യുമെന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇത് ഓപ്ഷണൽ മാത്രമാണ്. എനിക്ക് എന്തോ ഒരു ചെറിയ മധുരത്തോടെയുള്ള ബീട്രൂട്ട് അച്ചാർ ഇഷ്ടമാണ്, അതുകൊണ്ടാട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. വിനാഗിരി ആഡ് ചെയ്ത് കഴിയുമ്പം എങ്ങനെയാണെങ്കിലും കുറച്ചൊരു ഉപ്പിന്റെ കുറവുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തേക്കാവേ. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കണം. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡിനും അഭിപ്രായം പറയണം ഷോ, എന്നാലേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ആളത് കഴിച്ച് നോക്കിയിട്ട് അത് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹാപ്പി. ഇനി നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം, അച്ചാർ ഇഷ്ടമാണെങ്കിൽ.